നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാനുള്ള തീയതി അടുത്തടുത്ത് വരികയാണ്. അതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വരികയാണ്. പക്ഷേ പുറത്തു വരുന്ന എല്ലാ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിൽ UDF ഭരണത്തിലേറുമെന്നത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ തന്നെ LDFിലേക്കൊന്നും പോകാതെ UDFിൽ മാത്രം സജീവമായി നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ചകൾക്കൊപ്പം തന്നെ ആരൊക്കെ കോൺഗ്രസിൽ നിന്നും മന്ത്രിയാകുമെന്നുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപ്രകാരം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരമനുസരിച്ച് കേരളത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകളാണ് കൂടുതലും തെളിഞ്ഞു വരുന്നത്. കാരണം അനുഭവ സമ്പത്തും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ളൊരു പക്വതയും അത് ഒരു ഘടകകക്ഷികളെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു കഴിവും അതുപോലെ ഭരണത്തിൽ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് പോലെ ഉയർന്നു വരാനുള്ള ഒരു കഴിവും ഇതൊക്കെ വച്ചിട്ടാണ് KC വേണുഗോപാലിൻ്റെ പേരിന് മുൻതൂക്കം വരുന്നത്. ഒരുപക്ഷെ കേന്ദ്രത്തിലെ ഇന്നത്തെ സാഹചര്യം മുൻനിർത്തി അവിടം വിട്ടുവരാൻ KC വേണുഗോപാലിന് കഴിയാത്തൊരു സാഹചര്യം വന്നാൽ മാത്രം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഒരു പക്ഷേ VD സതീശനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നറുക്ക് വീണേക്കാം. ഇനി അത് കഴിഞ്ഞ് മന്ത്രിമാർ ആരൊക്കെയാകും എന്നുള്ളത് ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ ഓരോ നേതാക്കളുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് നേതാക്കളുടെയോ പ്രതിനിധികൾ എന്നതിലുപരി മന്ത്രിയാകാനുള്ളവരുടെ യോഗ്യതയും അതുപോലെ തന്നെ ജാതി സമവാക്യങ്ങളുമായിരിക്കും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുക. അതിൽ തന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാണെങ്കിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവർ മുൻനിരയിൽ മന്ത്രിമാരുടെ പട്ടികയിൽ തന്നെ ഉണ്ടാകും. പക്ഷെ 3 പേരും ഒരേ സമുദായത്തിൽ നിന്നാണ് എന്നുള്ളതുകൊണ്ട് ആ നായർ സമുദായത്തിൽപ്പെട്ട മറ്റ് ഒരുപാട് MLA മാർ ഉണ്ടെങ്കിലും അവർക്കെല്ലാം ഒരു പക്ഷേ സ്ഥാനം നഷ്ടപ്പെടും എന്നും ഉറപ്പാണ്. ആകെ കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 11ഓളം മന്ത്രിമാരെയായിരിക്കും. ബാക്കി മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനവും കേരള കോൺഗ്രസിൻ്റെ വിജയത്തിനനുസരിച്ച് 2 മന്ത്രിമാർ വരെയും അതുപോലെ തന്നെ ഷിബു ബേബി ജോണിന് പൂർണ്ണമായും ഒരു മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ അനൂപ് ജേക്കബിനും KK രമയ്ക്കും പിന്നെ മാണി C കാപ്പനും അൻവറും ജയിക്കുകയാണെങ്കിൽ അവർക്കും CP ജോണിനുമെല്ലാം തവണ വ്യവസ്ഥകളാക്കി മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. അപ്പോൾ കോൺഗ്രസിന് ഈ പറയുന്നത് പോലെ 55ലേറെ സീറ്റുകളെല്ലാം ലഭിക്കുകയാണെങ്കിൽ കഴിവുള്ള ഒരുപാട് പേർ ഒഴിവാകേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ നായർ സമുദായത്തിൽപ്പെട്ട KC വേണുഗോപാലും ചെന്നിത്തലയും VD സതീശനുമെല്ലാം പ്രധാന പദവികളിൽ ഉണ്ടാകുമെങ്കിൽ അതേ സമുദായത്തിൽപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PC വിഷ്ണുനാഥും ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം ആദ്യം തഴയപ്പെട്ടേക്കാം. എങ്കിലും അവർ സ്പീക്കർ കസേരയിലെത്താനും സാധ്യതയുണ്ട്. എന്നാൽ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ജയിച്ചു വന്നാൽ അദ്ദേഹം മന്ത്രിയായിരിക്കും എന്നതിൽ സംശയമില്ല. ഇനി ഈഴവ വിഭാഗത്തിലാണെങ്കിൽ ജയിച്ചു വന്നാൽ M ലിജുവിനും ബിന്ദു കൃഷ്ണയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് മന്ത്രിസ്ഥാനത്തേക്ക്. അതുപോലെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഇപ്പോഴത്തെ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് തീർച്ചയായും അതുപോലെ മാത്യു കുഴൽനാടനൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാം. മണലൂരിൽ ജയിച്ചു വന്നാൽ തീർച്ചയായും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധിയായി TN പ്രതാപൻ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കും. അതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്നും T സിദ്ദിഖ് മന്ത്രിയാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതുപോലെ അരൂരിൽ ജയിക്കുകയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാനും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും. ഷാനിമോൾക്കും ബിന്ദു കൃഷ്ണയ്ക്കും മന്ത്രിസ്ഥാനം നൽകുകയാണെങ്കിൽ അത് സമുദായം എന്നതിനൊപ്പം തന്നെ വനിതാ മന്ത്രി എന്ന പരിഗണന കൂടി അതിൽ വരും. ഇവർ 2 പേരും സഭയിൽ ഇല്ലെങ്കിൽ മാത്രം ചിലപ്പോൾ ഉമാ തോമസിനെയും പരിഗണിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും AP അനിൽകുമാറും അതുപോലെ കുന്നത്തു നാട്ടിൽ ജയസാധ്യത പറയുന്ന VP സജീന്ദ്രനുമായിരിക്കും പരിഗണന ഉണ്ടാവുക. അതിൽ KC മുഖ്യമന്ത്രിയായാൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ അനിൽകുമാറിന് സാധ്യത കുറയും. അനിൽകുമാർ 2 തവണ മന്ത്രിയായി എന്നതിനാൽ VP സജീന്ദ്രൻ മന്ത്രിയാകാനാണ് സാധ്യത. അതുപോലെ കോഴിക്കോട് ജില്ലയിലായിരിക്കും ഏറ്റവും വലിയ അട്ടിമറികളും മുന്നേറ്റവും ഇത്തവണ കോൺഗ്രസ് നടത്തുന്നത് എന്നിരിക്കെ ആ ജില്ലയിൽ നിന്നും കോൺഗ്രസിനൊരു മന്ത്രി വേണം, സ്ഥാനം നൽകണമെന്ന ആവശ്യവും ഉയർന്നു വരും. അങ്ങനെ ഇപ്പോൾ കാണുന്ന നീറ്റലും ചീറ്റലുമെല്ലാം ഒന്നുമല്ലാതാക്കി വളരെ സൗമ്യമായി സമാധാനത്തോടെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ ചർച്ചകളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരുന്നത് വരെ മാത്രമായിരിക്കും. ഏതായാലും UDFിൻ്റെ വിജയം ഉറപ്പിച്ചതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി ചർച്ചകൾ എന്നുള്ളതുകൊണ്ട് 10 വർഷത്തെ കാത്തിരിപ്പിന് അവർക്ക് ഫലമുണ്ടാകും എന്നുറപ്പാണ്.